ഹലോ എവ്രി വൺ. അമൃത AEL അപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനി നിങ്ങളുടെ മുമ്പിൽ കഷ്ടിച്ച് 10 ദിവസങ്ങളാണുള്ളത്. പലരും നല്ല ടെൻഷനിലായിരിക്കും. ചിലരെങ്കിലും പ്രാക്ടീസ് ടെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഈ ലാസ്റ്റ് ഡേയ്സ് എങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്യാമെന്നും അമൃത എൻട്രൻസ് എക്സാമിന് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരാറുള്ള ഏതൊക്കെ ടോപ്പിക്സ് എന്തൊക്കെയാണെന്നും പിന്നെ എക്സാം ഹാളിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക, കാരണം ഇത് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഫസ്റ്റ് നമുക്ക് സബ്ജക്റ്റ് തിരിച്ച് പഠിക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്നിങ്ങനെയാണ് സബ്ജക്റ്റ് വരുന്നത്. അതിൽ ഫിസിക്സ് 25 മാർക്സ്, കെമിസ്ട്രി 25, ബയോളജി 25, ഇംഗ്ലീഷ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് 5 ക്വസ്റ്റ്യൻസ്. അതായത് ഓരോ ക്വസ്റ്റ്യൻസ് 3 മാർക്സ് എന്ന രീതിയിലാണ്. ക്വസ്റ്റ്യൻസ് 25 മാർക്സ് അല്ല, 25 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻസിനും 3 മാർക്സ്, അങ്ങനെ ടോട്ടൽ 240 മാർക്സിനാണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് നന്നായിട്ട് പഠിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ ഇംഗ്ലീഷ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഇതിൽ കൺസെപ്റ്റുകൾക്കും ഫോർമുലകൾക്കും മുൻഗണന നൽകണം. ഇംഗ്ലീഷ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് പലരും ഒഴിവാക്കി പഠിക്കാതെ വിടുന്നത് കൊണ്ട് തന്നെ റാങ്ക് നിശ്ചയിക്കുന്നത് ഈ ഒരു ഭാഗമാണ്. ഡെയിലി ഒരു 30 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ കഴിയുള്ളൂ. പൊതുവേ കുട്ടികൾ വിചാരിക്കും 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണല്ലോ വരുന്നത്, അപ്പോൾ അത് ഒഴിവാക്കി പഠിക്കാമെന്ന്. പക്ഷേ 5 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിലും 5 × 3 15 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓരോ മാർക്സും നിങ്ങളുടെ എക്സാമിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എല്ലാ സബ്ജക്റ്റും ഇൻക്ലൂഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ മോസ്റ്റ് റിപ്പീറ്റഡ് ടോപ്പിക്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതിയാവില്ല. നിങ്ങളെല്ലാവരും ഓൾറെഡി ഇപ്പം +1 +2 പഠിച്ചിട്ട് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന ടോപ്പിക്സിന് ഒന്ന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനലിലെ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ എനിക്ക് ഇനിയും കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് ബയോളജി സബ്ജക്റ്റിൽ കൂടുതൽ ഏതൊക്കെ ടോപ്പിക്സാണ് ഇതുവരെ ചോദിച്ചത് എന്ന് നോക്കാം. ഫസ്റ്റ് ഹ്യൂമൻ ഫിസിയോളജി. ഹ്യൂമൻ ഫിസിയോളജിയിൽ പ്രത്യേകിച്ച് ഡൈജഷൻ, നെർവസ് സിസ്റ്റം കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ജനറ്റിക്സിൽ മെൻഡേലിയൻ ലോസ്, പിന്നെ സെൽ ബയോളജിയിൽ സെൽ ഡിവിഷൻ ഘട്ടങ്ങൾ എന്നിവ നിർബന്ധമായും നിങ്ങൾ നോക്കണം. പിന്നെ പ്ലാന്റ് ഫിസിയോളജിയിലെ ഇമ്പോർട്ടൻറ്റ് സൈക്കിൾസ്, അതായത് ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കെമിസ്ട്രി സബ്ജക്റ്റിൽ വരുമ്പം ഓർഗാനിക് കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ്റ് നെയിംഡ് റിയാക്ഷൻസ്, പീരിയോഡിക് ടേബിളിലെ ട്രെൻഡ്സുകൾ, പിന്നെ കെമിക്കൽ ബോണ്ടിങ് എന്നിവ നന്നായിട്ട് പഠിക്കുക. സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി എന്നിവയിൽ നിന്നുള്ള ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. ഫിസിക്സിൽ ഒപ്റ്റിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മോഡേൺ ഫിസിക്സ് എന്നിവയിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫോർമുലകൾ കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നല്ല മാർക്ക് വാങ്ങാം. തിയറി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫിസിക്സിലൊക്കെ ഫോർമുലകൾ പഠിക്കുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് ഇംഗ്ലീഷ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡാണ്. ഇംഗ്ലീഷിൽ പ്രധാനമായിട്ടും ബേസിക് ഗ്രാമേഴ്സാണ് വരാറുള്ളത്. പ്രീപൊസിഷൻസ്, ടെൻസസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസിൽ പൊതുവേ സിമ്പിൾ ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ഇതിൽ ബ്ലഡ് റിലേഷൻസ്, നമ്മളിങ്ങനെ ബ്ലഡ് റിലേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ഇന്ന ആളുടെ മകനാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിൽ വരിക, ലോജിക്കൽ രീതിയിലുള്ളത്. പിന്നെ നമ്പർ സീരീസ് കൊടുത്തിട്ട് അങ്ങനെ ആ നമ്പർ സീരീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരും. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കുന്നതിനുള്ള ഒരു സ്റ്റഡി പാറ്റേണിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പാറ്റേൺ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ രീതിയിൽ പഠിക്കാം.
പക്ഷേ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവും എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 5 ദിവസം നിങ്ങൾ ഫുൾ, ഇനി 10 days ആണുള്ളതെങ്കിൽ ആദ്യത്തെ 5 ദിവസം നിങ്ങൾ ഫുൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ മാത്രം റിവൈസ് ചെയ്ത് പഠിക്കുക. പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഫുൾ മുൻ വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അതായത് ടൈം സെറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നിങ്ങളുടെ സ്പീഡ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഒന്നുകിൽ നിങ്ങൾക്ക് അമൃതയുടെ സൈറ്റിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറ്റർഡേ സൺഡേ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് ടെസ്റ്റിൻ്റെന്ന്. അത് ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്ത വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, മോക്ക് ടെസ്റ്റും പ്രാക്ടീസ് ടെസ്റ്റിനെ കുറിച്ചൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതാകുമ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടുതൽ കിട്ടണമെങ്കിൽ കുറച്ച് ആപ്സുകളൊക്കെ ഉണ്ട്. അതിൻ്റെ പേര് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. സ്ക്രിബിഡി, ശിക്ഷ എന്നീ ആപ്പുകളിലൊക്കെ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ അതിന് കുറച്ച് പേയ്മെൻറ്റ് ഉണ്ടാവും. പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ കിട്ടും. അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം, നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പലർക്കും ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ എത്തുമ്പോഴേക്കും നിങ്ങൾക്കത് ഒരു എക്സ്പീരിയൻസ് ആവും. ഇപ്പോൾ ഓൺലൈൻ എക്സാം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ എക്സാം സെൻറ്ററിൽ എത്തുമ്പോഴേക്കും ഓരോ കുട്ടികൾക്കും ഓരോ കമ്പ്യൂട്ടർ അസൈൻ ചെയ്തിട്ട് ഒരു സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എല്ലാ കുട്ടികളും, കുറേ കുട്ടികൾ ഒന്നിച്ചൊരു റൂമിലാണ് ഇരിക്കുക. അപ്പോൾ ഓരോ കുട്ടിക്കും ഒരു കമ്പ്യൂട്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ആ കമ്പ്യൂട്ടർ ഓൾറെഡി നിങ്ങളുടെ ഏത് സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളത്, ആ സ്റ്റുഡൻ്റെ പേര്, അപ്ലിക്കൻ്റ് നമ്പർ, എല്ലാ ഡാറ്റാസും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ ആ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുത്തിയിട്ട് അവർ കറക്റ്റ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരും. ഓൾറെഡി ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. അത് എക്സാമിന് എല്ലാ കാര്യങ്ങളും തന്നെ എക്സാമിനർ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയേ വേണ്ട. എക്സാമിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ക്വസ്റ്റ്യൻസ് വരും. 1, 2, 3 ഫോർമാറ്റിൽ ക്വസ്റ്റ്യൻസ് വരുമ്പം MCQ ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്കറിയാലോ. ഓരോ ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന് 4 ഓപ്ഷൻസ് തരും. അപ്പം ഇപ്പോൾ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ സെക്കൻഡ് ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ 3 ബട്ടൺസ്, ഇങ്ങനെയാണ് ഓൺലൈൻ എക്സാമിന് സാധാരണ ഉണ്ടാവാറ്. അതിൻ്റെ അടിയിൽ 3 ബട്ടൺസ് ഉണ്ടാവും. അതായത് സ്ക്രീനിൽ തന്നെ പ്രീവിയസ്, സെൻറ്ററിൽ സബ്മിറ്റ്, നെക്സ്റ്റ്, അങ്ങനെ 3 സ്വിച്ചസ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എക്സാമിൻ്റെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കൺഫേം ആണെങ്കിൽ മാത്രം സബ്മിറ്റ് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ആൻസർ കൺഫേം അല്ല എങ്കിൽ ഒരിക്കലും ആ ക്വസ്റ്റ്യൻ തന്നെ ആലോചിച്ച് നിങ്ങൾ ടൈം കളയാൻ പാടില്ല. നിങ്ങൾ നെക്സ്റ്റ് ആ ക്വസ്റ്റ്യൻ അവിടെ വിട്ടിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ഫിനിഷ് ചെയ്യുമ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓവർ ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസൊക്കെ വിട്ടിട്ട് വീണ്ടും നിങ്ങൾക്ക് തിരിച്ച് വന്നിട്ട് ഈ ക്വസ്റ്റ്യൻസൊക്കെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിക്ക് ചെയ്യുമ്പം വെറുതെ ടെൻഷനായിട്ട് മാറി ക്ലിക്ക് ചെയ്യരുത്. പിന്നെ ഒരുപാട് ടൈം ഒരു ക്വസ്റ്റ്യന് കളയരുത്. നിങ്ങൾക്ക് 100% ഉറപ്പുള്ളതും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾ പെട്ടെന്ന് കവർ ചെയ്ത് പോവുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചിന്തിക്കേണ്ടതും പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കാനുള്ളതാണെങ്കിലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ വീണ്ടും വന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. ടൈം വെറുതെ കളയേ ചെയ്യരുത്. ലാസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം ഒരു പ്രാവശ്യമെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് മൊത്തം ഒന്ന് റിവൈസ് ചെയ്തിട്ട് നോക്കാനുള്ളൊരു ടൈം നിങ്ങൾ അവിടെ വെക്കണം. എന്നിട്ട് വീണ്ടും 80 ക്വസ്റ്റ്യൻസ് വീണ്ടും ഒന്ന് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്ത് പോയിട്ട് കൺഫേം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഓൾ ആൻസർ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊക്കെ എക്സാമിനർ കറക്റ്റായിട്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അവിടുന്ന് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ ആരും അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട. അടുത്തത് എക്സാം ഹാളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ അഡ്മിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എക്സാം സെൻറ്റർ ലൊക്കേഷൻ, ഡേറ്റ്, ടൈമൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ എക്സാം സെൻറ്റർ ലൊക്കേഷൻ നേരത്തെ മനസ്സിലാക്കി വെക്കുക. അരമണിക്കൂർ മുമ്പ് എക്സാം ഹാളിൽ എത്തുക എന്നത് നിർബന്ധമുള്ള കാര്യമാണ്. അഡ്മിറ്റ് കാർഡ്, ആധാർ കാർഡ് എന്നിവ എടുത്ത് കയ്യിൽ വെക്കാൻ മറക്കരുത്.
നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത് നിങ്ങൾ എപ്പോഴും ആലോചിക്കണം. ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ് നെഗറ്റീവ് മാർക്ക് ആവുക. ഒട്ടും ഉറപ്പില്ലാത്ത കാര്യങ്ങൾ അറ്റൻഡ് ചെയ്ത് നെഗറ്റീവ് മാർക്ക് കൂട്ടരുത്. നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ഏറ്റവും വലുത്. ഫസ്റ്റ് ടൈം ആയിരിക്കും അധിക കുട്ടികളും ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ +2 എക്സാം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ ഒട്ടുമിക്ക കാര്യങ്ങളും പഠിച്ചത് തന്നെ ആയതുകൊണ്ട് എക്സാം ടഫായിരിക്കില്ല. ടെൻഷൻ ആവാതെ ഡീപ്പ് ബ്രീത്തിങ് ഒക്കെ ചെയ്ത് നല്ലപോലെ പ്രെയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യുക. ഇതുവരെ AEL ഹാൻഡ് ബുക്ക് റീഡ് ചെയ്യാത്ത കുട്ടികളാണ് നിങ്ങളെങ്കിൽ അമൃത വിശ്വവിദ്യാപീഠം എന്ന് ഗൂഗിൾ ചെയ്യുമ്പം ആ ഇതിൽ AEL ഹാൻഡ് ബുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും അത് വായിച്ചാൽ അതിൽ സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനിയൊരു 10 ദിവസമേ ഉള്ളൂ എങ്കിലും ആ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ സിലബസ് റീഡ് ചെയ്തിട്ട് പോയാൽ നിങ്ങൾക്ക് കൂടുതൽ എക്സാം മികച്ചതാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുവരെ റീഡ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും അത് റീഡ് ചെയ്തിട്ട് പോകണം എന്നാണ് ഞാൻ പറയുന്നത്. എക്സാം പൊതുവേ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ മെയിൻ എയിം. അപ്പോൾ ഓരോ കുട്ടിക്ക് സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ നിങ്ങളുടെ ഫീസിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. അപ്പം ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.